ഞാൻ പറഞ്ഞല്ലോ, അത് എന്നെ ഇപ്പം മാത്രമല്ല, എന്നെ വർഷങ്ങളായിട്ട് ആക്ഷേപിക്കുന്നുണ്ട്. പല കാര്യങ്ങൾ പറഞ്ഞു. നിങ്ങൾ എൻ്റെ ഫേസ്ബുക്ക് പോസ്റ്റ് എടുത്ത് പരിശോധിച്ചു. 2016 മുതൽ ഞാൻ ഇതുവരെ ആരെങ്കിലും ആക്ഷേപിക്കാനോ അതല്ലെങ്കിൽ ആക്ഷേപിച്ചവർക്ക് മറുപടി പറയാനോ ഞാൻ ഇതുവരെ പോയിട്ടില്ല. നിങ്ങളെൻ്റെ ഞാനിപ്പോൾ തെരഞ്ഞെടുപ്പ് രംഗത്ത് മാത്രം പറയുന്നതല്ല, എന്നെ പലതും പറഞ്ഞ് പല രൂപത്തിൽ ആക്ഷേപിച്ചിട്ടുണ്ട്. ആ ആക്ഷേപത്തിന് ഞാൻ ഇതുവരെ മറുപടി കൊടുത്തിട്ടില്ല. ഞാനതിന് ഈ പറഞ്ഞ 2000 മറുപടി ഞാനല്ല കൊടുക്കുന്നത്. നിലമ്പൂരിലെ ജനങ്ങൾ 23-ാം തീയതി അതിന് മറുപടി. അതെല്ലാവരും വേറെയും പറഞ്ഞിട്ടുണ്ട്. എന്തോ നടന്നു പോകുന്ന കാര്യമൊക്കെ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഞാൻ അതിനെക്കുറിച്ച് ഞാനിപ്പം പ്രതികരിക്കുന്നില്ല. അദ്ദേഹം കുറേ കാര്യങ്ങൾ പറയുന്നുണ്ട്. ഈ കോൺഗ്രസിലെ യുവനേതാക്കളെയും തിരഞ്ഞെടുപ്പ് പ്രത്യേകിച്ച് രാഹുൽ മാമ്പഴത്തിലും ഷാഫിയൊക്കെ നിഷ്ഠത പുലർത്തി മുന്നോട്ട് പോകണമെന്നാണ്. എന്താണ് സ്ഥാനാർത്ഥിയുടെ ഒരു എന്താണ് നമുക്ക് തോന്നുന്നില്ല. അത് ഞാൻ ആ സ്റ്റേറ്റ്മെന്റ് കണ്ടിട്ടില്ല. ഞാൻ ആ സ്റ്റേറ്റ്മെന്റ് കണ്ടില്ല. ഇവിടെ എല്ലാവരും ഒരുമിച്ച്, ഇവിടെ രമേശിയും BD സതീശനും പിന്നെ സണ്ണി ജോസഫ് MLA, അതേപോലെ തന്നെ അനിൽകുമാർ, PC വിശ്വനാഥ്, അതേപോലെ തന്നെ കോൺഗ്രസ് വർക്കിംഗ് കമ്മിറ്റി പ്രസിഡന്റുമാരായ ഷാഫി, രാഹുൽ മാങ്കൂട്ടത്തിൽ, PK ഫിറോസ്, ഇതിനൊക്കെ നേതൃത്വം കൊടുക്കാൻ കുഞ്ഞാലിക്കുട്ടി സാഹിബ് വളരെ യോജിച്ചുകൊണ്ടുള്ള ഒരു വർത്തമാനം. ഇവിടെയൊന്നും അങ്ങനെ ഒരു ആരുടെയിലും അങ്ങനെ ഒരു പിന്നെ അഭിപ്രായ വ്യത്യാസങ്ങളൊന്നും ഉണ്ടായിട്ടില്ല. യോജിച്ചൊരു വർത്തമാനം, വളരെ യോജിച്ചത്. അതിൻ്റെ റിസൾട്ട് കൂടിയാണ്. അല്ല, അത് എനിക്ക് അതിൻ്റെ വിവരങ്ങൾ അറിയില്ല. ഞാൻ നിങ്ങൾ ഇങ്ങനെ ചോദിച്ചിട്ട് ഞാൻ ആന്നും ഇല്ലാന്നും പറഞ്ഞിട്ട് അത് സ്ക്രോൾ ചെയ്യാനല്ലേ. ഞാൻ പറഞ്ഞു, ഞാൻ ആ കാര്യത്തെക്കുറിച്ച് വാസ്തവത്തിൽ എൻ്റെ അവസ്ഥ എന്താണെന്ന് വെച്ചാൽ 10 ദിവസമായിട്ട് പത്രം കണ്ടിട്ടില്ല, ന്യൂസ് വായിക്കാൻ പറ്റിയിട്ടില്ല, ഒന്നും പറ്റിയിട്ടില്ല. പിന്നെ ഞാനിതിനൊക്കെ അതൊന്നും കാണാതെ വായിക്കാതെ കമന്റ് ചെയ്യാൻ പാടില്ല. ശരിയല്ലല്ലോ. ഞാൻ പറഞ്ഞല്ലോ, അത് എന്നെ ഇപ്പം മാത്രമല്ല, എന്നെ വർഷങ്ങളായിട്ട് ആക്ഷേപിക്കുന്നുണ്ട്. പല കാര്യങ്ങൾ പറഞ്ഞു. നിങ്ങൾ എൻ്റെ ഫേസ്ബുക്ക് പോസ്റ്റ് എടുത്ത് പരിശോധിച്ചു. 2016 മുതൽ ഞാൻ ഇതുവരെ ആരെങ്കിലും ആക്ഷേപിക്കാനോ അതല്ലെങ്കിൽ ആക്ഷേപിച്ചവർക്ക് മറുപടി പറയാനോ ഞാൻ ഇതുവരെ പോയിട്ടില്ല. നിങ്ങളെൻ്റെ ഞാനിപ്പോൾ തെരഞ്ഞെടുപ്പ് രംഗത്ത് മാത്രം പറയുന്നതല്ല, എന്നെ പലതും പറഞ്ഞ് പല രൂപത്തിൽ ആക്ഷേപിച്ചിട്ടുണ്ട്. ആ ആക്ഷേപത്തിന് ഞാൻ ഇതുവരെ മറുപടി കൊടുത്തിട്ടില്ല. ഞാനതിന് ഈ പറഞ്ഞ 2000 മറുപടി ഞാനല്ല കൊടുക്കുന്നത്. നിലമ്പൂരിലെ ജനങ്ങൾ 23-ാം തീയതി അതിന് മറുപടി. എന്തുകൊണ്ടായിരിക്കും ഇത്രയും തുടർച്ചയായിട്ട് ആക്ഷേപങ്ങൾ തുടർച്ചയായി വരുന്നത്? അതാ ആക്ഷേപിക്കുന്നവർക്കല്ലേ അറിയുള്ളൂ, എനിക്കറിയില്ലല്ലോ. ആക്ഷേപിക്കുന്നവരോട് ചോദിക്കൂ എന്തുകൊണ്ടാണ് അങ്ങനെ ചെയ്യുന്നത് എന്നവരോട് ചോദിക്കൂ. ഞാനിതുവരെ വ്യക്തിപരമായിട്ട് ആരെയും ആക്ഷേപിച്ചിട്ടില്ല. ആക്ഷേപിക്കുന്ന രീതി എനിക്കില്ല. ഏറ്റവും കൂടുതൽ നമ്മൾ ഫൈറ്റ് ചെയ്യുന്നത് LDF ആയിട്ടില്ലേ. LDF കാൻഡിഡേറ്റിനെയും ഞാനും ഗവൺമെൻറ് നല്ല സൗഹൃദത്തിലാണ്. അതിൻ്റെ ആവശ്യമില്ലല്ലോ. ഇവിടെ വ്യക്തിപരമായ ആക്ഷേപത്തിൻ്റെയും അധിക്ഷേപത്തിൻ്റെയും ഒന്നും ആവശ്യമില്ലല്ലോ. നമ്മൾ വീട്ടിലെ കാര്യങ്ങൾ പറഞ്ഞ് മത്സരിക്കില്ലല്ലോ ഇവിടെ ചെയ്യും. ഇവിടെ നമ്മളൊരു പ്രത്യേക ഒരു നിലപാടും ഒരാശയവും ചില മുദ്രാവാക്യങ്ങളും മുന്നോട്ട് വെച്ചുകൊണ്ട് നീങ്ങുകയാണ്. അവിടെ വ്യക്തിപരമായ അധിക്ഷേപത്തിൻ്റെയും ആക്ഷേപത്തിൻ്റെയും ഒന്നും പ്രശ്നമില്ല. പിന്നെ അതുകൊണ്ട് തന്നെ ഞാൻ ഇതുവരെ അത്തരം കാര്യങ്ങൾക്ക് മറുപടി പറയാറില്ല. അതിന് മറുപടി നിലമ്പൂരിലെ ജനങ്ങൾ 23-ാം തീയതി നൽകും. നിങ്ങൾ ആന്ന് പറഞ്ഞാൽ നിങ്ങൾ അത് പറയും. 20,000 ഭൂരിപക്ഷം കിട്ടും, ആര്യാടൻ ഷോക്ക് നിങ്ങൾ എഴുതി കാണിക്കും. ഞാൻ പറഞ്ഞല്ലോ, ഞാൻ ആദ്യം മുതലേ പറയുന്നുണ്ട് ചരിത്ര ഭൂരിപക്ഷം.
ഞാൻ നിങ്ങൾ എന്നെ ദിവസവും ഓരോ മണിക്കൂറിൽ കണ്ടാലും ഏത് ചരിത്രം എന്നാണ് നമ്മൾ സംശയം? ഏത് ചരിത്രം? നിലമ്പൂർ അസംബ്ലി തെരഞ്ഞെടുപ്പിന്റെ ചരിത്രം